തിരുവനന്തപുരം ആര്യനാട് സാമ്പത്തിക ക്രമക്കേട് ആരോപണം നേരിട്ട പഞ്ചായത്ത് അംഗം ആസിഡ് കുടിച്ച് ജീവനൊടുക്കി. കോൺഗ്രസിന്റെ വാർഡ് മെമ്പർ ശ്രീജയാണ് ജീവനൊടുക്കിയത്. CPIഎമ്മിന്റെ വ്യാജ ആരോപണങ്ങളിൽ മനംനൊന്താണ് ശ്രീജ ജീവനൊടുക്കിയതെന്ന് കുടുംബവും കോൺഗ്രസും ആരോപിച്ചു. അവളൊരു മെമ്പറാണ്. പഞ്ചായത്തിൽ നിന്ന് 5 പൈസ എടുത്തിട്ടില്ല. പിന്നെ അവരെ ഈ പറഞ്ഞവരെ വീട്ടിൽ നിന്ന് ആരെയും 5 പൈസ വാങ്ങിച്ചിട്ടില്ല. അവളെ ബന്ധുക്കളിൽ നിന്നാണ് പൈസ വാങ്ങിച്ചിരിക്കുന്നത്. ഇവർക്കെതിരെ ഒരു നടപടി എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇവർക്കാണ് പരാതി. CPM നേതൃത്വം കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഇവിടെ നാട് മൊത്തം ശ്രീജയ്ക്കെതിരെ അപമാനമുണ്ടാക്കുന്ന ബോർഡുകൾ വയ്ക്കുകയും ഇന്നലെ ആര്യനാട് ജംഗ്ഷനിൽ പ്രതിഷേധവും പോസ്റ്ററും ഒട്ടിച്ച് പ്രതിഷേധ പരിപാടി ജംഗ്ഷനിൽ നടത്തി. CPMന്റെ നേതൃത്വത്തിൽ നടത്തിയ വളരെ മോശമായ പദപ്രയോഗങ്ങൾ, പ്രസംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ് ശ്രീജയെ അലട്ടിയ വിഷയം എന്നാണ് ശ്രീജയുടെ ഭർത്താവും മക്കളും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ CPIഎം സ്ത്രീകളെ വേട്ടയാടുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. സാമ്പത്തിക ബാധ്യതയുള്ളവരെ അപമാനിക്കുന്നതിന് വേണ്ടി പൊതുയോഗം നടത്തുന്ന പാർട്ടിയായി കേരളത്തിലെ CPM അധപ്പതിച്ചിരിക്കുകയാണ്. സ്ത്രീകളെ വേട്ടയാടുക. പോലീസ് സ്റ്റേഷനിൽ മൊഴി പോലും എടുക്കാൻ തയ്യാറല്ല. അത് അന്വേഷിച്ചിട്ട് മൊഴിയെടുക്കുക. അന്വേഷിച്ചിട്ടാണോ മൊഴിയെടുക്കുന്നത്? പരാതിക്കാർക്ക് കൊടുക്കാനുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ പോലും അവർക്ക് നീതി കിട്ടുന്നില്ല. CPM ഈ വേട്ടയാടൽ അവസാനിപ്പിക്കണം. എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു. സ്ത്രീകളെ വേട്ടയാടുന്ന പാർട്ടിയായി CPM മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്കതിൽ ശക്തിയായ പ്രതിഷേധമുണ്ട്. അത് ഉത്തരവാദികളായ ആളുകൾക്കെതിരായി കേസെടുക്കണം. ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണം. ആരോപണങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ നിഷേധിച്ചു. ഒരു ജൂലൈ 31-ാം തീയതിക്ക് കാശ് തിരിച്ചു കൊടുക്കാമെന്ന് എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ അവർ കേസൊന്നും പോയിട്ടില്ലാതാണ് നമ്മുടെ ശ്രദ്ധയില്ല. ഞാൻ തിരക്കിയപ്പോൾ പറഞ്ഞതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം അത് കിട്ടാതെ വന്നപ്പോഴാണ് പഞ്ചായത്തിൽ പരാതി വന്നു. അത് കഴിഞ്ഞതിന് ശേഷം പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ വനിതാ കമ്മീഷനിലൊക്കെ പരാതി കൊടുത്തായിട്ട് അറിഞ്ഞു. പഞ്ചായത്തിൽ വന്ന പരാതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി തന്നെ വെച്ചു. ഞങ്ങളൊരു സഹപ്രവർത്തകയല്ലേ, അത് വെച്ചിട്ട് സംസാരിച്ച് നമുക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിച്ചു വിടണം. എന്താണ് അതിന്റെ അളവെന്ന് അറിയില്ലല്ലോ, എത്ര കണ്ടുണ്ടെന്ന്. ആര്യനാട് പഞ്ചായത്തിൽ UDF ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി മനീഷ് മഹിബാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, ഒരു പഞ്ചായത്ത് അംഗമാണ് ജീവനൊടുക്കിയത്. എന്തൊക്കെയാണ് ഉയരുന്ന ആരോപണങ്ങൾ? എന്തൊക്കെയാണ് വിവരങ്ങൾ മനീഷ്? ഉന്മേഷ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹർത്താലിന് UDF ആഹ്വാനം ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ഹർത്താൽ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് പിന്നെ നേതൃത്വം എത്തിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ശ്രീജയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് ആര്യനാട് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ കോൺഗ്രസിന്റെ UDFന്റെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഇന്നലെയും മുമ്പ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ CPIM പ്രാദേശിക നേതൃത്വം ശ്രീജയെ മനഃപൂർവ്വമായി അപമാനിക്കുന്ന, അവഹേളിക്കുന്ന തരത്തിലുള്ള ചില പൊതുയോഗങ്ങൾ നടത്തി. അങ്ങനെ ജനകീയ വിചാരണയിലൂടെ ശ്രീജയ്ക്കെതിരെ വലിയ അവഹേളനം നടത്തി. അങ്ങനെ ശ്രീജയ്ക്ക് ഉണ്ടായിരുന്ന ചില കടങ്ങൾ, വ്യക്തിപരമായ ചില കടങ്ങളിലെ പാർട്ടി അത് കക്ഷി രാഷ്ട്രീയം എന്ന രീതിയിൽ മുതലെടുത്ത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശ്രീജയെ തോൽപ്പിക്കുക. അതായത് CPMന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ഈ കോട്ടയ്ക്കകം വാർഡ്. ആ വാർഡിൽ ജയിച്ചു വന്ന ശ്രീജയെ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനുള്ള CPM പ്രാദേശിക നേതൃത്വത്തിന്റെ ഒരു നീക്കമെന്ന രീതിയിലാണ് ഇങ്ങനെ അവഹേളിച്ചത്. അതിൽ മനംനൊന്താണ് ശ്രീജയുടെ മരണം. അതുകൊണ്ട് തന്നെ ശ്രീജയുടെ ഭർത്താവിന്റെയും കോൺഗ്രസിന്റെ ആവശ്യം ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്നുള്ള ആവശ്യമുണ്ട്. ഇനി ശ്രീജയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ രാവിലെ 10 മണിക്ക് വീട്ടിലേക്ക് എത്തിക്കും. ഇതുമായി ബന്ധപ്പെട്ട CPM നേതൃത്വത്തിന്റെയും ഒപ്പം തന്നെ ഇതിനെതിരെ, അതായത് കടം കിട്ടാനുള്ള ആളുകളെ സംബന്ധിച്ചുള്ള വിശദീകരണം, ശ്രീജയ്ക്ക് 20 ലക്ഷം രൂപ കടമുണ്ടെന്നാണ് കുടുംബത്തിന്റെ വിശദീകരണമെങ്കിൽ കൂടി ശ്രീജയ്ക്ക് 1 കോടി രൂപയോളം കടം പലർക്കും കൊടുക്കാനുണ്ട്. ഇത് സംബന്ധിച്ച് പാർട്ടിക്കും പഞ്ചായത്തിനും പല കുറി പരാതി വന്ന ഘട്ടത്തിലാണ് അതിൽ പഞ്ചായത്ത് ഇടപെട്ടത്. പക്ഷെ പഞ്ചായത്ത് ഇടപെട്ട് 1.5 മാസങ്ങൾക്കിടെ പഞ്ചായത്തിലേക്ക് ഒരു യോഗത്തിന് പോലും ശ്രീജ എത്തിയിരുന്നില്ല. ഒപ്പം തന്നെ ശ്രീജ വീടുകൾ മാറി താമസിച്ചു വന്നു. ഫോൺ വിളിച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റു കോൺഗ്രസ് നേതാക്കൾ പോലും ഫോൺ വിളിച്ചാൽ ശ്രീജ ഫോൺ എടുത്തിരുന്നില്ല. അങ്ങനെയുള്ള ചില വിമർശനങ്ങൾ ഇതിനകത്ത് ഉണ്ടായി. പക്ഷേ ഇവിടെ വ്യക്തിപരമായ അവഹേളനം, പരസ്യ വിചാരണ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മരണം ഉണ്ടായത്. ഒപ്പം തന്നെ ഈ കുടുംബശ്രീ
ഒപ്പം തന്നെ മൈക്രോ ഫിനാൻസ് ആളുകളിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ദുരൂഹതയുണ്ട്. അതായത് ശ്രീജയുടെ മരണത്തിൽ ഈ സാമ്പത്തിക ബാധ്യതകൾക്ക് പിന്നിൽ വലിയ ദുരൂഹതയുണ്ടെന്ന് കൂടി CPM ആരോപിക്കുന്നുണ്ട്. 2 പെൺമക്കളുടെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അധികം തുക കടം വാങ്ങിയതെന്നാണ് കുടുംബത്തിന്റെ അടക്കമുള്ള വിശദീകരണമെങ്കിൽ കൂടി ഈ 2 പെൺകുട്ടികളുടെ വിവാഹം വളരെ ലളിതമായ ചടങ്ങായിരുന്നു. പക്ഷേ ഇതിന് പിന്നിൽ, ഈ കടം വാങ്ങുന്ന പൈസയ്ക്ക് പിന്നിൽ മറ്റു ചില ആളുകൾ ഉണ്ട് എന്നുള്ള ആരോപണം ഇതിൽ CPM ഉന്നയിക്കുന്നുണ്ട്. 1 കോടിയോളം രൂപ എങ്ങനെ ഒരു സാധാരണക്കാരിയായ ഒരു വാർഡ് മെമ്പർക്ക് ഇത്രയും രൂപ കടം വന്നതിൽ ദുരൂഹതയുണ്ട്. അത് അന്വേഷിക്കണം എന്നാണ് CPMന്റെ ആവശ്യം. എന്താണെങ്കിലും നാളെ രാവിലെ 10 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശ്രീജയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കും. നാളെ മറ്റു പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് കോൺഗ്രസ് അറിയിക്കുന്നത്. മനീഷ്, ഇപ്പോൾ ഈ പോലീസ് പ്രാഥമികമായി ഒരു വിവരശേഖരണം നടത്തിയിട്ടുണ്ടാകുമല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്? ഇത് ആത്മഹത്യയാണല്ലോ ആ ഒരു പശ്ചാത്തലത്തിൽ മനീഷ്. ഉന്മേഷ്, ഇന്നലെ CPIM അവിടെ അതായത് ആര്യനാട് ജംഗ്ഷനിലാണ് ഒരു ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. ആ ജനകീയ സദസ്സിൽ കോട്ടയ്ക്കകത്തെ കുറുവാ സംഘം എന്ന രീതിയിൽ ബാനർ ഉയർത്തിക്കൊണ്ടായിരുന്നു. പക്ഷെ വ്യക്തിപരമായി എവിടെയും ശ്രീജയുടെ പേര് ഉണ്ടായിരുന്നില്ല. അവിടെ രാഷ്ട്രീയമായി കോൺഗ്രസ് നേതാക്കൾ ചിലർ പണം വാങ്ങി കൊടുക്കുന്നില്ല എന്ന ആരോപണം ഉന്നയിച്ചു എന്നാണ് CPM നേതൃത്വത്തിന്റെ വിമർശനം. ഒരു സ്ത്രീക്കെതിരെ ഉന്നയിച്ചില്ല എന്നാണ് അവരുടെ വിശദീകരണം. പക്ഷേ പാർട്ടി ഇത് സംബന്ധിച്ച് പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിൽ കൂടി വീണ്ടും ഭർത്താവ് നൽകിയ മൊഴി അനുസരിച്ച് മരണത്തിന് തൊട്ടു മുൻപ് ഇന്നലെ രാത്രി ശ്രീജയ്ക്ക് വലിയ രീതിയിലുള്ള മനോവിഷം ഉണ്ടായിരുന്നു. രാത്രി കിടക്കുന്ന സമയത്ത് ഉറങ്ങിയിരുന്നില്ല. പിന്നീട് എഴുന്നേറ്റ് കരയുന്നത് താൻ കണ്ടിരുന്നു. അങ്ങനെ പുലർകാലങ്ങളിൽ എപ്പോഴെങ്കിലും ആയിരിക്കാം റബ്ബർ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡ് എടുത്ത് കുടിച്ചത്. അത്തരത്തിൽ ഉള്ള മനോവിഷമുണ്ട്. രാത്രി ആഹാരം പോലും ശ്രീജ കഴിച്ചിരുന്നില്ല. ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഈ മൊഴികൾ കൂടി പരിശോധിക്കും. 2 പെൺമക്കളുടെയും ഒപ്പം തന്നെ അയൽക്കാരുടെയും ഈ ഭർത്താവിന്റെയും മൊഴി പരിശോധിച്ച ശേഷം ഒരു പക്ഷേ ആത്മഹത്യാ പ്രേരണയ്ക്ക് കൂടി കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള അവഹേളനം നടത്തിയിട്ടില്ല എന്നാണ് CPM വിശദീകരണങ്ങൾ എങ്കിൽ കൂടി ഒരു ജംഗ്ഷനിൽ വെച്ച് പൊതുമധ്യത്തിൽ വെച്ച് ഒരു സ്ത്രീയെ അപമാനിച്ചു എന്ന തരത്തിലേക്കുള്ള അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉന്മേഷ്. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഇത്ര വലിയ സാമ്പത്തിക ബാധ്യത എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്.